അങ്ങേരെ ഒളിവിലായിരിക്കും. എനിക്ക് മതിയായി ഗോപാലൻ ചേട്ടാ. ആ മനുഷ്യന്റെ കൂടെയുള്ള പൊറുതി എനിക്ക് മതിയായി. അവൻ നേരത്തെ അങ്ങനെയാ, ഒരു മോശടനാ. ആ മനുഷ്യനൂടെ പൊറുക്കാൻ തുടങ്ങിയതിൽ പിന്നെ സ്വൈര്യം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അയ്യോ, ഭവാനി ചേച്ചിയെ കണ്ടാ പെട്ടതാന്നേ തോന്നത്തില്ല. ഭവാനി ചേച്ചി മണ്ണ് ചുമ്മിക്കൊണ്ട് പോകുന്നത് പുറയുന്നു കാണാൻ നല്ല രസമാന്നേ. നീ നിന്റെ ജോലി നോക്കരായപ്പ. ശാസ്തകരിൽ വെച്ചാണ് ആദ്യമായി ആ മനുഷ്യനെ ഞാൻ കാണുന്നത്. ഒരു ജോലി സ്ഥലത്ത് വെച്ച അന്ന് അയാൾ എന്റെ പുറകേന്ന് മാറില്ല. നിന്റെ പുറകണ്ട പിന്നെ എങ്ങനെയാ മാറുന്നത്? അങ്ങനെയാ ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത്. അതിൽ പിന്നെ സുഖം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എങ്ങനെയോ രണ്ടും പിള്ളേരുണ്ടായി. അല്ല, ചെല്ലപ്പൻ ചേട്ടൻ ഒളിവില്ലല്ലയോ? ഞാൻ വൈകുന്നേരം കൂലിയും വാങ്ങിച്ചോണ്ട് അങ്ങോട്ട് വരട്ടെ. തമ്പുരാട്ടി നിന്റെ ഇളനീർ കൊട്ടമിന്നൊട്ടയ്ക്കും ഞാൻ. എന്നാലും നല്ല വേലയാ ചെയ്തത്. പൊരങ്ങനെ പിടിച്ച് കുടിപ്പിച്ചു വിടുന്നത് പോലെ കുടിപ്പിച്ച് അങ്ങ് വിട്ടു. അയാൾക്ക് അങ്ങ് സംശയ. എന്തോ സംശയം? ഓ, അങ്ങ് അറിയാത്ത പോലെയാ. പിന്നെ രണ്ടുപേരും കൂടെ ഒരേ സമയത്ത് കയറിയെന്നാ ഞാനെങ്ങനെ മണ്ണ് വെട്ടിയിടുന്നത്? ഭവാനിച്ചേടി സംസാരിച്ചോണ്ട് നിന്നിട്ടല്ലയോ? ഈ വേല ആർക്കും അറിയില്ലെന്നായിരിക്കും വിചാരം. എന്നാ ശരി, എന്നാ കൊണ്ടുപോകും. കൊണ്ടുപോ. എന്തുണ്ടായി ഭവാനി? എന്തുണ്ടായിന്നോ? എന്റെ ആയുസിന്റെ വലിപ്പം കൊണ്ടാ ഞാനിവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാനിവിടെ വരില്ലായിരുന്നു. എന്ത് പറ്റിയെന്ന് പറ. എന്ത് പറ്റിയെന്നോ ഞാൻ പറയാം. എന്തോന്നോ ഗോപാലൻ ചേട്ടാ, എന്താ ഇവിടെ ഇരിക്കുന്നത്? എനിക്ക് മനസ്സുണ്ടായിട്ട് നിങ്ങൾ എന്നെ കൂടെ ഇവിടെ തൊള്ളിക്കൊണ്ടിരുന്നപ്പോ ഞാൻ ഒരു ചട്ടി മണ്ണ് ഇവിടെ കൂടുതലുണ്ട് നിൽക്കും. ഇനി ഭവാനി ചേച്ചി ഒരു ചട്ടി മണ്ണ് കൂടുതലുണ്ട് ഇടുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം?